evening's function, Professor K.M. Kader Moideen Sahib, Chairman of the IUML Kerala State, Syed Sadiq Ali Shihab Tangal Sahib, my good friend, Advocate Sri P.M.A. Salam, General Secretary in Charge, Sri P.K. Kumnalikutti Sahib, General Secretary of the IUML National Committee, the producer and editor of this book, Sri C.P. Saidalavi, my good friend and colleague, President of the Kerala Pradesh Congress Committee, Sri K. Sudhakaranji, other dignitaries on the dais, Sri E.T. Mohammed Bashir MP, Sri P.V. Abdul Wahab MP, Dr. MP. Abdus Samad Samadani MP, Sri K.P.A. Majid MLA, Dr. M.K. Munir MLA, Sri K.M. Abu Bakr Sahib, General Secretary IUML, Sri V.K. Ibrahim Kunju, former Minister Kerala, Sri Rais Ahmed, President KMCC Muscat, Sri M.C. Mayin Haji, Vice President IUML, and distinguished ladies and gentlemen, my young friends, I offer you my greetings today and to tell you how happy I am to be here to release a commemorative volume on my late good friend Sri E. Ahmed Sahib. ഈ സന്ധ്യയിൽ ഇവിടെ ചേർന്നിട്ടുള്ള അവിസ്മരണീയമായ സമ്മേളനത്തിൽ ആധ്യക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് അവർകളെ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സമാദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, എൻ്റെ ഉത്തമ സുഹൃത്ത് അഡ്വക്കേറ്റ് P.M.A. സലാം, മുസ്ലിം ലീഗിൻ്റെ അഭിവന്ദ്യനായ ദേശീയ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള C.P. സൈദലവി, എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ KPCC പ്രസിഡൻറ്റ് K. സുധാകരൻ, മറ്റു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ബഹുമാനപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ സാഹിബ് MP, P.V. അബ്ദുൽ വഹാബ് സാഹിബ് MP, K.P.A. മജീദ് സാഹിബ് MLA, M.K. മുനീർ സാഹിബ് MLA, മുസ്ലിം ലീഗ് തമിഴ്നാട് സെക്രട്ടറി K.M. അബൂബക്കർ സാഹിബ്, മുൻ മന്ത്രി V.K. ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്, അഹമ്മദ് സാഹിബിൻ്റെ മകൻ KMCC മസ്കറ്റ് പ്രസിഡന്റ് റയീസ് അഹമ്മദ്, MC മായിൻ ഹാജി, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ആദ്യമായി എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. When I recall my friendship and long association with Sri E. Ahmed Sahib, I recall him not so much as a member of parliament or as a minister, but I recall him and remember him as a man filled with humanity and love for everyone in this country. അഹമ്മദ് സാഹിബുമായി എനിക്കുള്ള ബന്ധം വളരെ അടുത്തതും സുദീർഘവുമായിരുന്നു. ദീർഘമായ ബന്ധത്തിലേക്ക് എൻ്റെ ഓർമ്മകൾ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു മുൻ പാർലമെൻറ്റ് അംഗത്തെയോ ഒരു മുൻ മന്ത്രിയോ മാത്രമല്ല, വളരെ വലിയ മനുഷ്യത്വവും വളരെ വലിയ സ്നേഹവും തൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച ഉത്കൃഷ്ടനായ ഒരു വ്യക്തിയെയാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്നത്. He had, of course, a very distinguished career as a legislator,
Several times he was elected to the Kerala Legislative Assembly, and he was elected to Parliament in 1991, 1996, 1998, 1999, 2004, 2009. He had a very distinguished career as a legislator, spanning, if my calculations are correct, something like nearly 50 years as a legislator. നിയമ നിർമ്മാതാവ് എന്ന നിലയിൽ വളരെ വലിയ ഒരു പാരമ്പര്യവും വ്യതിരിക്തമായ ഒരു വ്യക്തിത്വവുമാണ് ഈ അഹമ്മദ് സാഹിബിനുണ്ടായിരുന്നത്. കേരളത്തിൻ്റെ നിയമസഭയിലും രാജ്യത്തിൻ്റെ പരമോന്നതമായ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിലും സുദീർഘമായി അദ്ദേഹം കർമ്മനിരതനാവുകയുണ്ടായി. അദ്ദേഹം കേരളത്തിലെ അസംബ്ലിയിൽ പ്രവർത്തിച്ചതിന് ശേഷം പാർലമെൻറ്റിലേക്ക് പലവുരു തിരഞ്ഞെടുക്കപ്പെട്ടു. പല തവണകളിലായി പാർലമെൻറ്റിലെത്തിയ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളിൽ പങ്കാളി ആയിത്തീരുകയും ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും, അരനൂറ്റാണ്ട് കാലത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം നിയമനിർമ്മാണത്തിന് വേണ്ടി സമർപ്പിതമായിരുന്നു. It is not easy to win election after election in a highly competitive political state like Kerala. But the fact that Ahmed Saab won every election that he contested, and over a period of 50 years from different constituencies, shows the kind of love and affection that he had won from the people of this state. വളരെ സങ്കീർണമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പേരുകേട്ട കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായി തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു കയറി വരിക എന്നുള്ളത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. അതത്ര സരളമായിട്ടുള്ള വിഷയവുമല്ല. പക്ഷേ തുടരെ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു വന്ന ഈ അഹമ്മദ് സാഹിബിൻ്റെ വിജയത്തിൻ്റെ ഗാഥ ചൂണ്ടിക്കാണിക്കുന്നത് ജനമനസ്സുകളിൽ അദ്ദേഹം ആർജിച്ച ഇടവും അദ്ദേഹം അഗാധ തലത്തിൽ ജനങ്ങളുടെ സ്നേഹത്തിന് പാത്രീഭൂതനായി തീർന്നതും അദ്ദേഹത്തിൻ്റെ വ്യാപകമായ ജനപിന്തുണയുമാണ്. Ahmed Saab worked very hard for building his party, building the coalition, and strengthening the government of Kerala. And what he did as a legislator and as a minister in Kerala is better known to you than I, and I need not recall all those events. വളരെ ശക്തമായി പ്രയത്നിച്ചുകൊണ്ട് അഹമ്മദ് സാഹിബ് തൻ്റെ പാർട്ടിയെ കെട്ടിപ്പടുത്തു. അതുപോലെ തന്നെ കഠിന പ്രയത്നത്തിലൂടെ UDF-നെ ശാക്തീകരിച്ചു. അതിനും പുറമെ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിലും ക്ഷേമത്തിലും അതിൻ്റെ കെട്ടുറപ്പിലും തൻ്റേതായ ഇടം തീർക്കുകയും ചെയ്തു. നിയമനിർമ്മാണ രംഗത്തും ഭരണരംഗത്തും അദ്ദേഹം അർപ്പിച്ചിട്ടുള്ള സേവനങ്ങൾ ഞാൻ പറയാതെ തന്നെ കേരളീയരായ അദ്ദേഹത്തെ അടുത്തറിയുന്ന നിങ്ങൾക്ക് വളരെയേറെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. When he moved to Delhi and I came to know him, we had several long conversations. And the conversations were not about his political party or my political party. The conversations were not about doing this or doing that. The conversations were always about how to protect the secular quality and secular character of India. അഹമ്മദ് സാഹിബ് ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹവുമായിട്ട് വിസ്തരിച്ച് സംവദിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ സന്ദർഭങ്ങൾ ലഭിക്കുകയുണ്ടായി. ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾ പലപ്പോഴും വളരെ ദീർഘമായിരുന്നു. ആ കൂടിക്കാഴ്ചകളിൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചോ എൻ്റെ പാർട്ടിയെക്കുറിച്ചോ ആയിരുന്നില്ല, ആ കാര്യത്തെക്കുറിച്ചോ ഈ കാര്യത്തെക്കുറിച്ചോ ആയിരുന്നില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നില്ല ഞങ്ങളുടെ സംഭാഷണങ്ങൾക്ക് വിഷയമായി തീർന്നത്. മറിച്ച് രാജ്യത്തിൻ്റെ മതേതര സംവിധാനത്തെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളെപ്പോഴും ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ആ ചർച്ചകളിൽ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. I found out quite quickly, quite early, that Sri Ahmed Sahib was a deeply religious man. But he was completely secular.
And it is the combination of a religious man being completely secular which makes for a true Indian. അഹമ്മദ് സാഹിബ് അടിയുറച്ച മതവിശ്വാസിയായിരുന്നു. അഗാധ തലത്തിൽ മതാത്മകമായ ജീവിതം നയിച്ചൊരു വ്യക്തി. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ പ്രതിബദ്ധതയുള്ള മതേതരവാദിയുമായിരുന്നു. അടിയുറച്ച മതവിശ്വാസിയായിരിക്കുക, അതോടൊപ്പം ഒരു ഉറച്ച മതേതരവാദിയായിരിക്കുക, ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. Now, religion is a very personal thing. Now, why is one born in a Hindu family or a Muslim family or a Christian family is not in one's control. You are born in that family. And religion, therefore, is there with you ever since childbirth. Very few people change their religion and choose another religion. The vast majority, the overwhelming majority, are born in a religion. We must understand that. മതം ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായിട്ട് നൈസർഗികമായിട്ട് വരുന്ന കാര്യമാണ്. സാമാന്യമായിട്ട് പറഞ്ഞാൽ ഒരാൾ ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നു, മറ്റൊരാൾ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു. മിക്കവാറും ആളുകൾ അതേ മതത്തെ തന്നെ പിൻപറ്റുകയും അനുധാവനം നടത്തുകയും ചെയ്യുന്നു. വളരെ കുറച്ച് പേർ മാത്രമാണ് തങ്ങൾ ജനിച്ച മതം വിട്ട് മറ്റൊരു മതത്തെ തിരഞ്ഞെടുക്കുന്നത്. മിക്കവാറും ആളുകൾ തങ്ങളുടെ പാരമ്പര്യമായി ജന്മസിദ്ധമായിട്ടുള്ള മതത്തെ വിശ്വസിക്കുകയും അതിനെ പ്രാപിക്കുകയും ചെയ്യുന്നു. I learned from Sri Ahmed Sahib what it is to be a Muslim in India. What are the problems of Muslims? How Muslims look at other communities and how our other communities look at Muslims. I have read a number of books. I have many Muslim friends, but I learned more about the Muslim community and how they live, how they think, how they aspire from Ahmed Sahib. ഇന്ത്യയിൽ ഒരാൾ മുസ്ലിമായിരിക്കുക എന്നതിൻ്റെ അർത്ഥതലങ്ങളെ എനിക്കറിയാനിട വന്നത് ഈ അഹമ്മദ് സാഹിബിലൂടെയാണ്. എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ? എങ്ങനെയാണ് മുസ്ലിങ്ങളെ മറ്റു മതസ്ഥർ നോക്കിക്കാണുന്നത്? മുസ്ലിങ്ങൾ എങ്ങനെയാണ് മറ്റു സഹോദര മതസ്ഥരെ അങ്ങോട്ട് നോക്കിക്കാണുന്നത്? ഈ വക വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വളരെയേറെ അഹമ്മദ് സാഹിബിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും കുറച്ചൊക്കെ വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. കുറേയൊക്കെ മുസ്ലിം പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥാവിശേഷം എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചത് ഈ അഹമ്മദ് സാഹിബുമായുള്ള എൻ്റെ സാമീപ്യ സമ്പർക്കത്തിലൂടെയാണ്. And more I listened to him and traveled around the country and met people and understood their problems. I was more and more convinced on one basic truth, and I've never hesitated about saying it loud and clear. It is the duty of a majority in a civilized country to protect the minority. That is the mark of civilization. A civilized country, the majority must always protect the minority. ഞാൻ വിശാലമായിട്ട് ലോകത്ത് യാത്ര ചെയ്തപ്പോൾ, എനിക്ക് കുറേ ആളുകളെ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ, ഞാൻ സാക്ഷാത്കരിച്ച എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമുണ്ട്, ഒരു പ്രമാണമുണ്ട്. അത് ഉറക്കെ പറയാനും വ്യക്തമായിട്ട് പറയാനും ഞാൻ എവിടെയും സന്ദേഹിച്ചിട്ടില്ല. ശങ്ക കൂടാതെ അത് വിളംബരം ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. അതിതാണ്, ഒരു നാഗരികതയെ ആർജിച്ച സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അതിൻ്റെ ന്യൂനപക്ഷത്തെ അത് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. അതുകൊണ്ട് തങ്ങളുടേതായ ന്യൂനപക്ഷ ജനവിഭാഗത്തെ സംരക്ഷിക്കാതെ ഒരിക്കലും ഒരു ജനവിഭാഗത്തിന്, ഒരു രാജ്യത്തിന് നാഗരികതയുടെ ഉത്കൃഷ്ടമായിട്ടുള്ള വളർച്ചയെ പ്രാപിക്കാൻ സാധ്യമാവുകയില്ല. In 1928, Mahatma Gandhi said, and I quote, "The majority must therefore make the beginning and thus inspire the minorities
with confidence in their bona fides. Adjustment is possible only when the more powerful take the initiative without waiting for response from the weaker. The majority must therefore make the beginning and thus inspire the minorities with confidence in their bona fides. 1928 മഹാത്മാഗാന്ധി ഇക്കാര്യം ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ ലോകത്തോട് പറഞ്ഞു, ഭൂരിപക്ഷ സമൂഹം തുടക്കം കുറിക്കണം. അവർ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ പ്രചോദിപ്പിക്കണം. അവരോടൊപ്പം നിലകൊള്ളുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം. അഡ്ജസ്റ്റ്മെൻ്റ് എന്നത് സാധ്യമായി തീരുന്നത് ന്യൂനപക്ഷങ്ങളോട് ശക്തമായി പ്രതികരിക്കാനും അവരുടെ ദുർബല വിഭാഗങ്ങളെ ഏറ്റെടുക്കാനും അവരെ നെഞ്ചോട് ചേർക്കാനും ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് മറ്റ് സമൂഹങ്ങളുമായുള്ള ഒരു സമവായത്തിൻ്റെ സാധ്യത തെളിയുന്നത് എന്ന് 1928 തന്നെ മഹാത്മാഗാന്ധി വ്യക്തമാക്കുകയുണ്ടായി. Gandhiji also said, Hindustan belonged to all those who are born and bred here and who have no other country to look to. Therefore, it belongs to Parsis, Israelis, to Indian Christians, Muslims, and other non-Hindus as much as to Hindus. Free India will not be a Hindu Raj. It will be India Raj, based not on the majority of any religious sect or community, but on the representatives of the whole people without distinction of religion. ഗാന്ധിജി വളരെ വ്യക്തമായ ഭാഷയിൽ ഇക്കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യ രാജ്യം ഈ രാജ്യത്ത് ജനിക്കുകയും ഇവിടെ ജീവിക്കുകയും ചെയ്യുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇന്ത്യ പാർസികൾക്കും ഇസ്രയേലികൾക്കും ഇന്ത്യൻ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഹിന്ദുക്കൾക്കെന്ന പോലെ ഹിന്ദുക്കളല്ലാത്തവർക്കും ഇന്ത്യ രാജ്യം അവകാശപ്പെട്ടതാണ്. ഗാന്ധിജി പറയുകയാണ്, സ്വതന്ത്ര ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദു രാജ്യമായിരിക്കുകയില്ല, അതൊരു ഇന്ത്യ രാജ്യമായിരിക്കും എന്ന് ഗാന്ധിജി വ്യക്തമാക്കുകയുണ്ടായി. അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നത് അവിടെ ജനങ്ങളുടെ പ്രതിനിധികൾ എങ്ങനെയാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതായിരിക്കും അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഒരു ഹിന്ദുക്കളെ ഒരു വിഭാഗത്തെയും ന്യൂനപക്ഷമായി കണ്ടുകൊണ്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഭൂരിപക്ഷത്തെ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഗാന്ധിജി വ്യക്തമാക്കുകയുണ്ടായി. I am here because I believe in this. I am here to praise Ahmed Sahib because he believes in this. Both Ahmed Sahib and I believed and concurred in this view of Gandhiji that India belongs to all. It can never be a Hindu Raj. ഞാനിപ്പോൾ ഇവിടെ വന്നെത്തി നിൽക്കുന്നത് ഗാന്ധിജി അന്ന് പ്രഖ്യാപിച്ച ആ കാര്യത്തിൽ, ആ പ്രമാണത്തിൽ, ആ തത്വശാസ്ത്രത്തിൽ എനിക്കുള്ള അടിയുറച്ച വിശ്വാസം ഉറക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഈ അഹമ്മദ് സാഹിബിനും എനിക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ആ ഒരേ ഒരു തത്വശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതായത് അഹമ്മദ് സാഹിബിനെ പോലെ ഞാനും എന്നെ പോലെ അഹമ്മദ് സാഹിബും ഗാന്ധിജിയുടെ ഈ പ്രമാണത്തിൽ വിശ്വസിക്കുന്നു. എന്താണ് ആ പ്രമാണം? ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദു രാജ്യമായിരിക്കുകയില്ല, ഇന്ത്യ എന്നും ഒരു ഇന്ത്യ രാജ്യമായിരിക്കും എന്നുള്ളതാണ് ആ വിശ്വാസ പ്രമാണം. In later years, I must confess, in later years, Ahmed Sahib was worried. He was worried about the rise of communalism, about the conflict in several states, the communalism in several states, and he was deeply affected by what happened in many North Indian states. കാലം കുറെ കഴിഞ്ഞപ്പോൾ അഹമ്മദ് സാഹിബ് മുമ്പ് കാലത്തേക്കാൾ വളരെ ഉത്കണ്ഠാകുലനായി കാണപ്പെടുകയുണ്ടായി. രാജ്യത്ത് വളർച്ച പ്രാപിച്ചു വന്ന വർഗീയതയുടെ അതിപ്രസരം അദ്ദേഹത്തെ ആശങ്കാകുലനാക്കി. പല സംസ്ഥാനങ്ങളിലും അടിക്കടി നടന്നുകൊണ്ടിരുന്ന വർഗീയമായിട്ടുള്ള സംഘർഷങ്ങൾ
ഏറ്റുമുട്ടലുകൾ അത് അദ്ദേഹത്തെ ദുഃഖാകുലനാക്കി. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വർഗീയ ശക്തികൾ തലപൊക്കുന്നതും അത് മതേതരത്വത്തിന് പരിക്കേൽപ്പിക്കുന്നതും അദ്ദേഹം വളരെ വേദനയോടെ നോക്കിക്കാണുകയും അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം അദ്ദേഹത്തെ പിൽക്കാലത്ത് ഉത്കണ്ഠയിൽ എത്തിക്കുകയും ചെയ്തു. There is a lot I can say about this, but the time is limited. Let me tell you a few things. As you all know, I was born in a Hindu family. Not my choice, but that was my birth. I studied in Christian institutions, but throughout my schooling, the class leader was a Muslim by name A.K. Musa. It never occurred to us that a vast majority of Hindu students studying in a Christian school could have a Muslim as a school leader. It never occurred to us that we are different. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം ഞാനതിന് മുതിരുന്നില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. അതെൻ്റെ സ്വയം തിരഞ്ഞെടുപ്പായിരുന്നില്ല, പാരമ്പര്യത്തിലൂടെ സംഭവിച്ചതാണ്. അങ്ങനെ ഹിന്ദുവായി വളർന്ന ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച എൻ്റെ സഹപാഠികളുടെ ഞങ്ങളുടെ ക്ലാസ് ലീഡർ ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. A.K. മൂസ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഞങ്ങളാരും ഒരു വേള പോലും ചിന്തിക്കുകയുണ്ടായില്ല, ഹിന്ദുക്കൾ എന്നെപ്പോലുള്ള ഹിന്ദു ക്രൈസ്തവ സ്കൂളിൽ പഠിക്കുന്നു, അവിടെ ഒരു മുസ്ലിം കുട്ടി സ്കൂൾ ലീഡറായിരിക്കുന്നു. ഇതുപോലുള്ള വ്യത്യാസങ്ങളെ ഞങ്ങൾ ഒരിക്കലും ഗൗനിക്കുകയോ അതേക്കുറിച്ച് ചിന്തിക്കുകയോ അത് പരിഗണിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. And the climax of this is, after first form, second form, third form, fourth form and fifth form, which is now standard 6 to 11, A.K. Musa was the class pupil leader. In class 11, what we called SSLC, the headmaster had the right to choose the school pupil leader. The headmaster was a legendary headmaster, a Keralite by name Kuruvilla Jacob. And who did Kuruvilla Jacob choose? Kuruvilla Jacob chose among the vast majority of students who are Hindu in a Christian institutions, he chose Harun Mohammed as a school leader. അങ്ങനെ ആ സ്കൂൾ ജീവിതകാലത്തേക്ക് നോക്കുമ്പോൾ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രോമാഞ്ചജനകമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ പഠനം മുന്നോട്ട് പോയി. 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സായി, 3-ാം ക്ലാസ്സായി, 4-ാം ക്ലാസ്സായി, 5-ാം ക്ലാസ്സായി. അങ്ങനെ A.K. മൂസയും ഞങ്ങളുടെ ക്ലാസ് ലീഡറായി തുടർന്നു കൊണ്ടേയിരുന്നു. അതിനിടയിൽ സ്കൂളിന് വേണ്ടി ഒരു പൊതു ലീഡറെ, ഒരു സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കേണ്ട ഘട്ടം വന്നു. സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സാധാരണക്കാരനായിരുന്നില്ല, ഒരു ഐതിഹാസിക നായകനായിരുന്നു, സ്കൂൾ നായകനായിരുന്നു, പ്രധാനാധ്യാപകനായിരുന്നു. അദ്ദേഹം നിരവധി കുട്ടികളിൽ നിന്ന് വേണം ഒരു സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കാൻ. ഹിന്ദുക്കൾ നിരവധിയുണ്ട്, ക്രൈസ്തവ സ്കൂളാണ്. പക്ഷേ ഹെഡ് മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പിൽ സ്കൂൾ ലീഡറായിട്ട് വന്ന് ഭവിച്ചത് ഹാറൂൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിയായിരുന്നു. Therefore, I am astonished of some things that are happening in this country today. For example, we all celebrated Christmas. Christian families welcomed us. We all celebrated Diwali. Muslim families, Christian families were welcome to our homes. But today, what I find is, when this Garba dance is going on in Gujarat and in Madhya Pradesh, even if a Muslim young man goes to witness the Garba dance, he's a bystander, he's a spectator, he's not participating in that. Even spectators and bystanders are being dragged and beaten. What has happened in this country is the poison of communalism is being spread by those who rule the country, and we must stand united in defying that kind of poison, in defeating that kind of poison. ആ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആഘോഷങ്ങൾ വിവിധ സമുദായങ്ങൾ പരസ്പരം കൊടുത്തും വാങ്ങിയും നുകർന്നും പകർന്നും കൊണ്ടാടിയതിൻ്റെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്.
ഞങ്ങൾ ഒന്നിച്ച് ക്രിസ്മസ് കൊണ്ടാടി, ദീപാവലി ആഘോഷിച്ചു, പെരുന്നാളുകൾ ആഘോഷിച്ചു. എല്ലാ മതസ്ഥരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് പരസ്പരം ഐക്യപ്പെട്ടുകൊണ്ടാണ് ആ ആഘോഷങ്ങൾ നടന്നത്. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനങ്ങൾ നടത്തി, സമ്മാനങ്ങൾ കൈമാറി. എന്നാൽ ഇന്ന് ഈ അടുത്ത ദിവസം ഗുജറാത്തിലും മറ്റും കാണപ്പെട്ട പോലെ ദർബംഗ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള അവസ്ഥാവിശേഷം, മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘോഷയാത്ര കടന്നു പോകുമ്പോൾ, ഹിന്ദു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെങ്ങാനും നിരീക്ഷിക്കാൻ വന്നാൽ, വെറും കണ്ടു നിൽക്കാൻ വന്നാൽ, കേവലം നിരീക്ഷിക്കാൻ വന്നവനെ പോലും പ്രഹരിക്കുന്ന കാഴ്ചയാണ്, അടിയേൽക്കുന്ന ആ ചെറുപ്പക്കാരന് അടിയേൽക്കുന്ന കാഴ്ചയാണ്. ഈ അവസ്ഥാവിശേഷം വളരെയേറെ എന്നെ വിഷമിപ്പിക്കുന്നു. രാജ്യത്താകമാനം കാണുന്ന ഭരണകൂടത്തിൽ നിന്ന് പരക്കുന്ന വർഗീയ വിഷം എത്രമാത്രം ജനങ്ങളുടെ മനസ്സുകളെ വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ട നേരമാണ്. അതിനെ ചെറുക്കാൻ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണിത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. Friends, let me tell you, in later years, in his last few years, Ahmed Saab was very concerned about the spread of communalism. He was very concerned about the direction in which the ruling party today is taking this country. He was very concerned about, not only for Muslims, he was very concerned about anyone who was a weaker section, an oppressed class, a depressed class, the poor. He was very concerned because this exclusion, this majoritarianism will crush this country. We will never become strong. We will never become great if we practice majoritarianism. The biggest enemy of this country is majoritarianism. ഞാൻ നിങ്ങളോട് എൻ്റെ സഹോദരങ്ങളെ നേരത്തെ സൂചിപ്പിച്ച പോലെ അവസാന കാലത്ത് അഹമ്മദ് സാഹിബ് രാജ്യത്തെ ഈ സ്ഥിതിവിശേഷത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉത്കണ്ഠാകുലനായിരുന്നു. രാജ്യം പോണ പോക്ക് എങ്ങോട്ടാണ് എന്നത് അദ്ദേഹത്തെ വളരെയേറെ ഉത്കണ്ഠപ്പെടുത്തി. ഏത് ദിശയിലേക്കാണ് വർഗീയത രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ചിന്താധീനനാക്കി. മാത്രവുമല്ല, അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ശബ്ദം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ അരികിലേക്ക് തള്ളപ്പെട്ടവർക്ക് വേണ്ടി, ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ വേദനകളോടൊപ്പം അഹമ്മദ് സാഹിബ് നിലകൊണ്ടു. അങ്ങനെ രാജ്യത്താകമാനം വളർന്നു വരുന്ന ഒരു വർഗീയ അന്തരീക്ഷത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകളാണ് അവസാന കാലത്ത് അഹമ്മദ് സാഹിബിനെ കൂടുതലായിട്ട് നയിക്കുകയുണ്ടായത്. And I can tell you, it is not only we in India are concerned about the growing majoritarianism, many other leaders in many other countries are very concerned about the majoritarianism in India. They used to ask me when I traveled abroad, what is happening in your country? The country of Mahatma Gandhi? Will you exclude the Muslims? Will you exclude the Christians? Will you exclude those who speak a language other than Hindi? Will you exclude those who are poor? Will you exclude those who are Dalits? This exclusion and this majoritarianism concerned many leaders of many countries, and among them, among the voices of sanity that said, this is not the real India. The real India is a tolerant, secular India. The voice of sanity that was heard in those councils was the voice of Ahmed Saab. അതായത് അന്ന് അഹമ്മദ് സാഹിബിനെ പോലുള്ളവരെ ഉത്കണ്ഠപ്പെടുത്തിയത് വളർന്നു വരുന്ന ഭൂരിപക്ഷവാദമാണ്. ഭൂരിപക്ഷത്തിൻ്റെ ഹിതം, ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതിനനുസരിച്ച് രാജ്യത്തെ പാകപ്പെടുത്തുക എന്ന ചിന്താഗതി അന്ന് അഹമ്മദ് സാഹിബിനെ പോലെ നമ്മെ എല്ലാവരെയും വളരെ ചിന്താകുലരാക്കി. ഞാൻ ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ എന്നോട് ആളുകൾ ചോദിച്ചതിൻ്റെ നിരവധി അനുഭവങ്ങൾ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. നിങ്ങൾ മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ പോവുകയാണോ? നിങ്ങൾ ക്രിസ്ത്യാനികളെ ഒഴിവാക്കാൻ പോവുകയാണോ? ഇന്ത്യക്ക് പുറത്തുള്ളവർ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയല്ല മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരെ നിങ്ങൾ അകറ്റി നിർത്തുകയാണോ? ഈ രീതിയിൽ ഒരു ഭൂരിപക്ഷാത്മകതയുടെ വാദം നിങ്ങൾ കൊണ്ടുവരികയാണോ എന്ന ചോദ്യം ഇന്ത്യക്ക് പുറത്തുള്ളവർ ആവർത്തിച്ച്
എന്നോട് ഉന്നയിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ത്യ രാജ്യം പക്വതയുള്ള രാജ്യമാണ്. ഇന്ത്യ ഈ ഭൂരിപക്ഷവാദത്തിൻ്റെ രാജ്യമല്ല. ഇന്ത്യ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നാടാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അന്ന് പക്വതയുടെ സ്വരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ പക്വതയുടെ സ്വരമുയർത്തിയ ഒരു നേതാവായിരുന്നു നാം ഇപ്പോൾ അനുസ്മരിക്കുന്ന ഈ അഹമ്മദ് സാഹിബ്. It is because he remained the voice of sanity that he was heard with respect. Here somebody did mention how he retrieved 8 people who had been captured in a Gulf country. I also want to remind you about the case of Naushad of Alapula. Naushad of Alapula, for a minor crime, he was directed to be blinded. It is Ahmed Saab's perseverance, his stature, his authority, that he was the voice of sanity that eventually prevailed over the ruler of the country, and Naushad was pardoned and he brought back to India. അഹമ്മദ് സാഹിബിൻ്റെ സ്വരം എപ്പോഴും വിവേകത്തിൻ്റെ സ്വരമായിരുന്നു. വിവേകത്തിൻ്റെ ശബ്ദം. ആ വിവേകത്തിൻ്റെ ശബ്ദം എത്രയോ അശരണർക്ക് ആശ്രയമേകി. ഉദാഹരണമായിട്ട് ഞാൻ ഓർക്കുന്നു, വിദേശത്ത് കുടുങ്ങിപ്പോയ 8 ചെറുപ്പക്കാരെ അദ്ദേഹത്തിൻ്റെ വിവേകത്തിൻ്റെ സ്വരം, വിവേകപൂർണമായ നിലപാട് രക്ഷപ്പെടുത്തി. ഞാൻ ആലപ്പുഴയിലെ നൗഷാദിനെ ഓർക്കുന്നു. വിദേശത്ത് കുടുങ്ങിപ്പോയ നൗഷാദ് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ നൗഷാദിനെ തിരിച്ചെത്തിക്കാൻ അഹമ്മദ് സാഹിബ് വിവേകത്തോടുകൂടി ഇടപെട്ടു. അങ്ങനെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ കുടുങ്ങിപ്പോയവരെ തൻ്റെ വിവേകത്തിൻ്റെ നിലപാട് കൊണ്ട് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്ത നേതാവായിരുന്നു ഈ അഹമ്മദ് സാഹിബ്. I am proud that I was a member of the UPA government of which Ahmed Saab was a member, and he remained a resounding voice of sanity. അങ്ങനെയുള്ള ഒരു വിവേകത്തിൻ്റെ ശബ്ദം, ആ വിവേകത്തിൻ്റെ ശബ്ദം വിളംബരം ചെയ്ത ഈ അഹമ്മദ് സാഹിബിനെ പോലൊരു നേതാവിൻ്റെ കൂടെ UPA മന്ത്രിസഭയിൽ അംഗമാകാൻ സാധിച്ചുവെന്നുള്ളതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുകയാണ്. Friends, the voices of sanity, the voices of humanity are being suppressed today. We cannot accept this suppression. We cannot be timid. We cannot be afraid. We must speak out boldly. We must be brave. We must fight. We must fight back so that the voices of sanity and the voices of humanity are heard once again all throughout the country. പ്രിയപ്പെട്ടവരെ, വിവേകത്തിൻ്റെ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന കാലമാണ്. മനുഷ്യത്വത്തിൻ്റെ ശബ്ദങ്ങളെ അമർത്തുന്ന കാലമാണ്. പക്ഷെ ഒരിക്കലും നമുക്കത് അനുവദിക്കാൻ സാധിക്കില്ല. നമുക്ക് ശബ്ദിക്കണം, നമുക്ക് എതിർക്കണം, നമുക്ക് പോരടിക്കണം, നമുക്ക് തിരിച്ച് പ്രതികരിക്കണം. അങ്ങനെ രാജ്യത്ത് അപകടം വിതക്കാൻ ആഗ്രഹിക്കുന്ന ദുശക്തികൾക്കെതിരെ വിവേകത്തിൻ്റെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങാനും നടന്നുകൊണ്ടിരിക്കുന്ന വിപരീതാത്മക പ്രവണതകൾക്കെതിരെ ക്രിയാത്മകമായ ശബ്ദം മുഴക്കാനും രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷത്തെ മാരകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഒന്നിച്ച് നിലകൊള്ളുവാനും നമുക്ക് സാധിക്കുമാറാകണം. If we remain timid, if we remain silent, if we show any fear, what will happen is extremist organizations will take up the cause. IUML is a nationalist, moderate political party. നാം അടങ്ങിയിരുന്നാൽ, നാം നിശബ്ദരായിരുന്നാൽ ഈ രാജ്യത്ത് കുഴപ്പം വിതക്കാൻ ആഗ്രഹിക്കുന്ന ദുശക്തികൾ, വർഗീയ ശക്തികൾ രംഗം കീഴടക്കുക എന്നതായിരിക്കും അതിൻ്റെ തിക്തഫലം. അതുകൊണ്ട് അതിനൊരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ. നാം ശബ്ദിക്കുന്നവരായിരിക്കണം, നാം എതിർക്കുന്നവരായിരിക്കണം. IUML എന്ന് പറയുന്നത് ഏറ്റവും മിതവാദപരമായി പ്രവർത്തിക്കുന്ന, ഏറ്റവും ആധുനിക സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന പുരോഗമനാത്മകമായ ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. And I can say with absolute confidence, Ahmed Saab represented the nationalist, moderate, progressive, enlightened citizen of India. He was a Muslim, he was religious, but he was a true Indian and a true nationalist Indian. മിതവാദിയായ പുരോഗമനവാദിയായ ദേശീയവാദിയായ മതേതരവാദിയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഈ അഹമ്മദ് സാഹിബ്. അദ്ദേഹം മുസ്ലിമായിരുന്നു.
മുസ്ലിമായിരിക്കുന്നതോടൊപ്പം തന്നെയാണ് അദ്ദേഹം ഇതൊക്കെ ആയിത്തീർന്നത്. ആ പ്രബുദ്ധമായിട്ടുള്ള വളരെ വിവേകത്തോടു കൂടിയുള്ള മിതവാദത്തിലൂന്നി നിന്നുകൊണ്ടുള്ള രാജ്യത്തിന് വേണ്ടിയുള്ള ആ നിലപാടിനെ ഈ അവസരത്തിൽ ഞാൻ ആദരപൂർവ്വം അനുസ്മരിക്കുകയാണ്. I am happy that you have brought about this beautiful function and you are releasing a commemorative volume on Sri Ahmed Sahib. Our true tribute to Ahmed Sahib is be religious but be secular. വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ കനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഈ അഹമ്മദ് സാഹിബിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരം, അദ്ദേഹത്തിൻ്റെ നിര്യാണാനന്തരം നമുക്ക് നൽകാവുന്ന ആദരം എന്ന് പറയുന്നത് ഇതാണ്: മുസ്ലിമായിരിക്കുക, മതേതരവാദിയുമായിരിക്കുക എന്നതാണ് ആദരം. Be a proud Keralite, but be a prouder Indian. അഭിമാനിയായ മലയാളിയെ കേരളീയനായിരിക്കുക, അതോടൊപ്പം അഭിമാനിയായ ഭാരതീയനുമായിരിക്കുക. Cherish Malayalam, but cherish all languages of this country. മലയാളത്തെ മോഹിക്കുക, ഇന്ത്യയിലെ സകല ഭാഷകളെയും അതോടൊപ്പം കാമിക്കുക. And treat every citizen as your brother or your sister. That was Ahmed Sahib, and I want young men and women of this country to hold that as an example and grow up to be proud Indians. എല്ലാ പൗരന്മാരെയും, രാജ്യത്തെ എല്ലാ പൗരന്മാരെയും സഹോദര സഹോദരിമാരായിട്ട് പരിഗണിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. ഈ അഹമ്മദ് സാഹിബ് ചേർത്ത് പിടിച്ച പോലെ അങ്ങനെ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഒരു പുതിയ യുഗപ്പകർച്ചയോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സൗഹൃദത്തിൻ്റെ സ്ഥാനപതികളായി, സൗഹൃദത്തിൻ്റെ പ്രതിനിധികളായി പരസ്പരം കൈകോർത്ത് പിടിച്ച് ഈ രാജ്യത്തിലെ യുവതീ യുവാക്കൾ സൗഹൃദത്തിൻ്റെ സന്ദേശം പരത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I salute the memory of Sri Ahmed Sahib. I'm proud to call him my friend. He was older than I. I'm proud that he called me my friend. I'm happy that you have invited me, and I thank you for inviting me to pay tribute to Ahmed Sahib. Thank you. അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മയോടുള്ള ആദരം ഇവിടെ പ്രകടിപ്പിക്കുന്നു. അഹമ്മദ് സാഹിബിനെ ഞാൻ എൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹം എന്നെയും സ്നേഹിതൻ എന്നാണ് വിളിച്ചത്. ഞങ്ങളുടെ ഉറ്റബന്ധത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.